ബഹുമാനപ്പെട്ട 2 എംപിമാർ, നമ്മുടെ ഈ പ്രദേശത്തിന്റെ മുൻ MLA ശ്രീ ഷാഫി പറമ്പിൽ, നിങ്ങൾ എത്ര മുമ്പ് തന്നെ ഇവിടത്തെ കുറിച്ചും ഈ നാടിനെ കുറിച്ചും ഈ നാടിന്റെ സാമൂഹ്യ രാഷ്ട്രീയ സ്ഥിതികളെ കുറിച്ചുമെല്ലാം സംസാരിച്ചു കഴിഞ്ഞ മറ്റ് ജനനേതാക്കൾ ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സമയത്തെ ഞാൻ അപഹരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവർക്കും സദസ്സിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും എന്റെ വിനയം പറഞ്ഞ നമസ്കാരം. ഇവിടെ വന്നിറങ്ങി നിങ്ങളുടെ ഈ സ്നേഹം ഇതുപോലെ ഏറ്റുവാങ്ങുമ്പോൾ എനിക്ക് എന്റെ പേര് രമേശ് പിഷാരടി എന്നുള്ളത് മാറ്റിയിട്ട് രമേശ് പിരായിരി എന്നാക്കിയാലോ എന്ന് തോന്നുന്ന ഒരു അവസരമാണ് ഞാൻ നിൽക്കുന്നത്. അത്രയും സ്നേഹമാണ് നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത്. അത് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന്. ഇവിടെയുള്ള നേതാക്കളാണെങ്കിൽ ഒരുപക്ഷെ പലരുടെയും പാർട്ടി പ്രവർത്തനത്തിലും പൊതുപ്രവർത്തനത്തിലുമുള്ള അവരുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എന്റെ പ്രായത്തിനേക്കാൾ കൂടുതലാണ്. അത്രയും വലിയ നേതാക്കളാണ് ഈ വേദിയിലിരിക്കുന്നത്. അവരെല്ലാം നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതും അവരെല്ലാം ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നിർദ്ദേശിക്കുന്നതുമെല്ലാം എത്ര സ്നേഹത്തോടെയാണ്, എത്ര പരിഗണനയോടുകൂടിയാണ്, എത്ര പരിലാളനയോടുകൂടിയാണ് എന്നുള്ളത് ഞാൻ അത്ഭുതത്തോടുകൂടി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊതുവെ ഈ നമ്മുടെ നേതാക്കൾ തമ്മിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ പലരും പറഞ്ഞു കേൾക്കാറുണ്ടെങ്കിലും ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സ്നേഹത്തോടുകൂടി നമ്മൾ ഓരോരുത്തരോടും പെരുമാറുന്ന ഒരു വലിയ ജനനേതാക്കളുടെ നടുക്കിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ളത് എനിക്ക് വലിയ ഒരു ഭാഗ്യമായി തന്നെ ഞാൻ ഈ അവസരത്തിൽ കരുതുകയാണ്. നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ നാട് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇന്ത്യയിലാണെന്ന് പറയും. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ നാട് കേരളമാണ് എന്ന് ഞാൻ പറയും. പിന്നെ കേരളത്തിന്റെ മറ്റു ജില്ലകളിൽ പോകുമ്പോൾ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് പാലക്കാടാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് പറഞ്ഞു തുടങ്ങുന്നത് മാറി പാലക്കാട് നിന്നും അത് കുട്ടന്നൂർ, കുളവുമുക്ക് കഴിഞ്ഞ് കളപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. പിന്നീട് ശബ്ദം മിമിക്രിയെ ഒരു തൊഴിലായി സ്വീകരിച്ചുകൊണ്ട് ആണ് ഞാൻ ജീവിച്ചതും എന്റെ വരുമാന മാർഗവും അതായിരുന്നു. മിമിക്രിയും ശബ്ദവും എല്ലാം വരുമാന മാർഗമായി മാറ്റി ജീവിച്ചു തുടങ്ങിയ എന്റെ ശബ്ദം ഈ ലോകത്ത് ആദ്യമായി കേട്ടത് പാലക്കാട് ജില്ലയിലാണ്. ഞാൻ ഇവിടെയാണ് ജനിച്ചത്. ഇന്ന് ഈ പാലക്കാടിന്റെ ശബ്ദമായി നിയമസഭയിലേക്ക് പോകാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടുന്നു എന്ന് പറയുന്നത് എത്രമാത്രം സന്തോഷം തരുന്നതാണ് എന്ന് എനിക്ക് പറഞ്ഞറിയിക്കാനാവുന്നതല്ല. അത്രയേറെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ ഇന്ന് ഈ വേദിയിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഇതൊരു മഹാഭാഗ്യമാണ്. ഇവിടെ എനിക്ക് മുമ്പ് പ്രവർത്തിച്ച MLA-മാരെല്ലാം കൂടി ഉണ്ടാക്കി വെച്ചപ്പോൾ ഒരു സ്നേഹ കൊട്ടാരമുണ്ട്. ഒരു വീട്ടിൽ പ്രചരണത്തിന്റെ ഭാഗമായി ചെന്നപ്പോൾ പറഞ്ഞു, മോനെ, ഞങ്ങളുടെ തൊട്ട അയൽവക്കത്തുള്ള ആളെ പോലെ വേണം നീ ഞങ്ങളോട് പെരുമാറാൻ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, തൊട്ട അയൽവക്കമല്ല, നിങ്ങളുടെ വീട്ടിലുള്ള ഒരാളെ പോലെ തന്നെയായിരിക്കും ഇനി ഞാൻ അങ്ങോട്ട് പെരുമാറുന്നത്. എന്തിനാണ് നമ്മൾ അയൽവക്കത്തേക്ക് പോകുന്നത്? അത്രയും സ്നേഹത്തോടു കൂടിയാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഒത്തുനിൽക്കുന്നതും പരസ്പരം കാണുന്നതും സമ്മേളിക്കുന്നതുമെല്ലാം. UDF എനിക്ക് മത്സരിക്കാൻ ഏകകണ്ഠമായി ഈ ഒരു സ്ഥലത്തെ സീറ്റ് അനുവദിച്ചു തരുമ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ മനസ്സുകളിലാണ് എനിക്ക് സീറ്റ് കിട്ടുന്നത് എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, വിശ്വസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. പലപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള സംഗമങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ എന്നെ പോലെ ഒരാൾ, ഇപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച ആളുകൾ വർത്തമാനകാല സാമൂഹിക രാഷ്ട്രീയ സ്ഥിതികളെ കുറിച്ച് നിങ്ങൾക്ക് വളരെ വിശദമായി സംസാരിച്ചു തന്നിട്ടുണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു വലിയ രാഷ്ട്രീയ പ്രസംഗത്തിന് ഇവിടെ പ്രസക്തിയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രവർത്തനങ്ങൾക്ക് തന്നെയാണ് ഇവിടെ പ്രശസ്തി. നമ്മുടെ ഈ നാടിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. ഈ നാട് കഴിഞ്ഞ കുറെ നാളുകളായി കാത്തു സൂക്ഷിച്ചു പോരുന്ന കുറേയേറെ നല്ല സവിശേഷതകളുണ്ട്. അത് വളരെ വിലപ്പെട്ടതാണ്. അതെല്ലാം നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ഇവിടെ ഇപ്പോൾ നടക്കുന്നത് ഒരു മത്സരം എന്ന നിലയിൽ ചിന്തിച്ചാൽ വലിയ സാമൂഹിക പ്രസക്തിയുള്ള ഒരു മത്സരമാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കുട്ടിയെ വളർത്തുക എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ വളർത്താൻ ആദ്യത്തെ ഒരു 20 വയസ്സ് വരെയാണ് ഏറ്റവും പാട് വളർത്തിയെടുക്കാൻ. കാരണം കുട്ടിയുടെ ബാലാരിഷ്ടതകളെല്ലാം പറഞ്ഞ് ആ കുട്ടിയെ ഏറ്റവും പൊന്നുപോലെ നോക്കി അതിന് ഭക്ഷണം കൊടുത്ത് തന്നെ കഴിക്കാൻ പഠിപ്പിച്ച് നടക്കാൻ പഠിച്ച് ഓരോരോ ഘട്ടങ്ങളായി പഠിപ്പിച്ച് ഒരു 10-20 വയസ്സൊക്കെ ആയാൽ പിന്നെ ആ കുട്ടി പണിക്ക് പോകും. ആരും സഹായിക്കൊന്നും വേണ്ട. ആ കുട്ടി സമ്പാദിക്കും. ആ കുട്ടി സമ്പാദിച്ച ശേഷം നമുക്ക് പല കാര്യങ്ങളും ഇങ്ങോട്ട് കൊണ്ടുതരും. ഞാനിത് പറയുന്നത് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ അവസ്ഥയെക്കുറിച്ചാണ്. 200ഓളം വർഷം ബ്രിട്ടീഷുകാർ കാൽച്ചുവട്ടിലാക്കി വെക്കുകയും നിരന്തരമായ ചൂഷണത്തിന് ഇരയാക്കുകയും ഒക്കെ ചെയ്യപ്പെട്ട ഒരു ഇന്ത്യയെയാണ് കോൺഗ്രസിന്റെ കയ്യിലേക്ക് കിട്ടുന്നത്. അവിടെ നിന്നും ഈ മഹാരാജ്യത്തെ ഒരു മതേതര രാജ്യമായി, ഈ രാജ്യത്തിന് മാത്രമുള്ള ഒരുപാട് പ്രത്യേകതകളുണ്ട്.
ഒരു 50 കിലോമീറ്റർ നിങ്ങൾ യാത്ര ചെയ്താൽ ഭാഷ മാറും, ഭാഷയുടെ ഈണവും താളവും മാറും, സംസാരം മാറും, വസ്ത്രധാരണ രീതി മാറും. എന്നിട്ട് പറയുന്നത് ചൈന ഇന്ത്യയേക്കാൾ കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണെന്ന് പറയും. പക്ഷെ ചൈനയിലെ പ്രസിഡന്റ് സംസാരിച്ചാൽ ആ രാജ്യത്തുള്ള എല്ലാവർക്കും അദ്ദേഹം പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവും. പക്ഷെ ഇന്ത്യ അങ്ങനെയല്ല. ഇന്ത്യയുടെ വടക്കേ ഇന്ത്യയിൽ നിന്നൊരു നേതാവ് സംസാരിച്ചാൽ ആ സംസാരിച്ചത് എന്താണ് എന്ന് ഇന്ത്യയിൽ 50% ആളുകൾക്ക് ആ ഭാഷയിൽ മനസ്സിലാക്കാനാവില്ല. അത്രയധികം ഭാഷാ വൈജാത്യങ്ങളുള്ള, അത്രയധികം സാംസ്കാരിക വ്യത്യാസങ്ങളുള്ള, അത്രയധികം ഡൈവേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഒന്നിച്ച് താമസിക്കുന്ന ഒരു സ്ഥലത്തെ ഏകോപിപ്പിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു വലിയ ദൗത്യമാണ് കോൺഗ്രസ് പാർട്ടി ആദ്യം ഏറ്റെടുക്കുന്നത്. പഞ്ചവത്സര പദ്ധതികളിലൂടെയും അല്ലാതെയും എല്ലാം നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഒരു വലിയ ആശയത്തെ മുൻനിർത്തിക്കൊണ്ട്, മതേതരത്വം എന്നു പേരുള്ള വലിയൊരു ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഏതാണ്ട് 12%, 15% ഇവിടുത്തെ ലിറ്ററസി റേറ്റ്, വിദ്യാഭ്യാസത്തിന്റെ റേറ്റ് 12%. ഒരു സാധാരണ ഇന്ത്യക്കാരന്റെ ആയുസ് 45 വയസ്സായിരുന്നു, ഇന്നത് 75 വയസ്സാണ്. വിദ്യാഭ്യാസം കേരളത്തിൽ 100%. ഇതുപോലെയൊന്നും അല്ലാത്തൊരു രാജ്യത്തെ ഏകോപിച്ചു കൊണ്ടുവരികയും അതിനുശേഷം അതെല്ലാം ഒറ്റക്കെട്ടായി നിന്നപ്പോഴാണ് BJP എന്ന പാർട്ടി നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നതും അധികാരം കൈയാളുന്നതും. BJP ഇന്ത്യ ഏറ്റെടുക്കുമ്പം കൈകളിൽ മൊബൈൽ ഫോണുകളുമായിട്ട് നടക്കുന്ന നാട്ടുകാരാണ് ഇവിടെ ഉള്ളത്. സത്യത്തിൽ ടെക്നിക്കലി ഇത്രയും അഡ്വാൻസ് ആയ, ഇത്രയും വിദ്യാഭ്യാസമുള്ള, ഇത്രയും ആരോഗ്യമുള്ള ആളുകളെ കിട്ടിയാൽ ആ രാജ്യത്തെ എത്ര എളുപ്പമാണ് മുന്നിലോട്ട് നയിക്കാൻ. പക്ഷെ അത് നയിക്കുന്നതിന് പകരം ഈ ടെക്നോളജി എല്ലാം ചരിത്രത്തിന്റെ പുനർനിർമ്മാണത്തിനും ചരിത്രത്തിൽ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്നും ഇതിനു മുമ്പ് നടന്നതെല്ലാം മറക്കേണ്ടതാണെന്നൊക്കെ നമ്മളെ പഠിപ്പിച്ചുകൊണ്ട് പുതിയ രാഷ്ട്രീയ സംസ്കാരങ്ങൾ നമുക്കിടയിൽ വളർത്താനാണ് അവർ ഏറ്റവും കൂടുതൽ ആദ്യം ശ്രമിച്ചത് എന്നുള്ളത് വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ നിന്നാണ് നമുക്ക് നമ്മുടെ ഒരു രാജ്യത്തെ തിരിച്ചു പിടിക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നത്. രാജ്യത്തെ, കേരളത്തെ എല്ലാം നമുക്ക് നമ്മുടെ ഇടയിലേക്ക് തന്നെ തിരിച്ചു പിടിക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട്. ഞാനിവിടെയുള്ള ഈ തെരഞ്ഞെടുപ്പിന്റെ രീതിയെക്കുറിച്ച്, പാലക്കാടുകാരനാണ് ജനിച്ചതെങ്കിലും ഷാഫിയുടെ ഉൾപ്പെടെയുള്ള പ്രചരണത്തിനൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ ഒരു അലൈൻമെന്റ് എന്ന് പറയുന്നത് നമുക്ക് വലിയ അത്ഭുതം തോന്നുന്ന ഒരു കാര്യമാണ്. എപ്പോഴും ഫ്ലക്സ് ബോർഡുകളിലും പോസ്റ്ററുകളുടെ എണ്ണത്തിന്റെ കാര്യത്തിലും വഴിയിലുള്ള ചുമരെഴുത്തിന്റെ കാര്യത്തിലുമൊക്കെ എപ്പോഴും BJP ആയിരിക്കും മുന്നിൽ. അത് കഴിഞ്ഞാൽ വാർത്തകളിൽ, സോഷ്യൽ മീഡിയയിൽ, സാറ്റലൈറ്റ് ചാനലുകളിൽ എല്ലായ്പ്പോഴും തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ LDF ആയിരിക്കും മുന്നിൽ. പക്ഷെ റിസൾട്ട് വരുമ്പോൾ UDF ആയിരിക്കും മുന്നിൽ. അങ്ങനെ ഒരു വലിയ ഭാഗ്യം പാലക്കാടിനെ സംബന്ധിച്ചുണ്ട്. ബാക്കിയൊക്കെ നമുക്ക് ഓടിച്ചെത്തിക്കാനൊന്നും പറ്റില്ല. ഫ്ലക്സിന്റെയൊക്കെ പോസ്റ്ററിന്റെയൊക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ സിനിമയിലാണല്ലോ പ്രവർത്തിക്കുന്നത്. അതാണല്ലോ ഇപ്പൊ മറ്റുള്ളവരെ ഏറ്റവും കൂടുതൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. സിനിമയിൽ ഞങ്ങൾ പറയും, ഒരു സിനിമ റിലീസാവുമ്പോൾ എത്ര പോസ്റ്ററുകൾ വെച്ചാലും അതിനഭിനയിച്ച നടന്മാരെല്ലാം വന്ന് നിരന്ന് നിന്നത് നല്ലതാണെന്ന് പറഞ്ഞാലും എത്ര TVയിലൂടെ പരസ്യം ചെയ്താലും എല്ലാം ഒരു സിനിമ വിജയിക്കണമെങ്കിൽ മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് കണ്ടവൻ, ഇത് അനുഭവിച്ചവൻ, ഇത് അറിഞ്ഞവൻ തൊട്ടടുത്തവനോട് ഇത് നല്ലതാണ്, നമ്മൾ ഇതിനാണ് പോകേണ്ടത് എന്ന് പറയുന്ന ഒരു വാക്ക് പറഞ്ഞെങ്കിൽ മാത്രമേ സിനിമ വിജയിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ഇവിടെയും. UDF ഇവിടെ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ അനുഭവിച്ചവരാണ് നിങ്ങൾ. അതിന്റെ ഗുണഫലങ്ങൾ നേരിട്ട് കണ്ടറിഞ്ഞവരാണ് നിങ്ങൾ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പരസ്പരം പറയുന്ന വാക്കുകളിലൂടെയാണ്, നിങ്ങളുടെ മനസ്സുകളിലാണ് ഈ പാർട്ടി ഇവിടെ നിലകൊള്ളുന്നതും വളർത്തുന്നതുമെല്ലാം. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടൊന്നുമല്ല. തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജയിച്ചു എന്നൊരു വാക്ക് ഒരിക്കലും ഒരു സ്ഥാനാർത്ഥിക്കും പറയാൻ പറ്റില്ല. എനിക്കും പറയാൻ പറ്റില്ല. കാരണം ജയിക്കുക എന്ന് പറയണമെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് എന്തെങ്കിലും ചെയ്യാം. ഒരു ലളിതഗാന മത്സരത്തിലാണ് ഞാൻ പങ്കെടുത്ത് ജയിച്ചതെങ്കിൽ എനിക്കറിയാം ഞാൻ ഒറ്റയ്ക്ക് ജയിച്ചത്. നിങ്ങൾ ആരും പോയി പാടിയിട്ടും കാര്യമില്ല, ഞാൻ തന്നെ ചെന്ന് പാടണം. ഒരു ഓട്ട മത്സരത്തിന് ഞാൻ ജയിച്ചാൽ എനിക്കറിയാം എനിക്ക് വേണ്ടി നിങ്ങൾ ആരും ഓടിയാൽ എനിക്ക് സമ്മാനം കിട്ടില്ല. ഞാൻ തന്നെ ഓടണം ജയിക്കണമെങ്കിൽ. പക്ഷെ തെരഞ്ഞെടുപ്പിന് അങ്ങനെയല്ല. എനിക്ക് മത്സരിക്കാനേ പറ്റൂ, ജയിക്കാൻ പറ്റില്ല. ജയിപ്പിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ. ജയിപ്പിക്കുക എന്ന് പറയുന്നത് എന്റെ കയ്യിലുള്ള കാര്യമല്ല. അത് നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് തരുന്ന വിശ്വാസത്തിന്റെ പേരാണ് ആ വിജയം എന്നെനിക്കറിയാം. ആ വിശ്വാസം നിങ്ങളോടുള്ളത് ഞാൻ എന്നും കാത്തു സൂക്ഷിക്കുന്നു. സിനിമാ പ്രവർത്തകനാണ് എന്നുള്ളത് എനിക്കത് ആദ്യം ഒരു വലിയ ആരോപണമായി വന്നു. നോക്കൂ, സ്മൃതി ഇറാനിയും ഹേമമാലിനിയും നമ്മുടെ സുരേഷ് ചേട്ടനും ഒക്കെ ഉൾപ്പെടെ ഒരുപാട് പേർ BJPയിൽ സിനിമാക്കാരായിരുന്നു. മുകേഷ് ഏട്ടനും ഭിന്നസെന്റ് ഏട്ടനും ഇപ്പോൾ ഒടുവിൽ കരമന സുധീരേട്ടൻ വരെയുള്ള ആളുകൾ CPMൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരാൾ സിനിമയിൽ നിന്ന് UDFിലേക്ക് വന്നാൽ മാത്രം ഇതൊരു വലിയ കുറവാണ് എന്ന് എല്ലാവരും എല്ലായ്പ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ഒരു സിനിമാക്കാരനാണ്, അത് അവന്റെ വലിയ കുറവാണ്. ഞങ്ങളുടെ സിനിമയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ പറയാണ്. ഞാനൊരു പാട്ട് പഠിക്കുന്നു രണ്ടുപേരും.
ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഷാഫിയോട് പറഞ്ഞു, ഞാൻ ചിലപ്പോൾ ഒരു പാട്ട് പാടുന്നു എന്ന് പറഞ്ഞു. പാട്ട് പാടിയിട്ട് വോട്ടില്ലാണ്ടാക്കരുത്, സൂക്ഷിച്ച് വേണമെന്ന്. 2 വരിയേ ഉള്ളൂ. ധ്വനി എന്ന് പറയുന്ന ചിത്രത്തിലെ ഗാനമാണ് അത്. ജാനകി ജാനേ രാമ ജാനകി ജാനേ, ഈ പാട്ടാണ്. ഇത് സംഗീതം ചെയ്യുന്നത് നൌഷാദ് എന്ന ഒരു ഇസ്ലാം മത വിശ്വാസിയും എഴുതിയത് യൂസഫ് അലി കേശേരി എന്ന് പറയുന്ന ഒരു ഇസ്ലാം മത വിശ്വാസിയുമാണ്. എന്റെ ഗുരുനാഥനായിട്ടുള്ള സലീം കുമാർ അഭിനയിച്ച ആദാമിന്റെ മകൻ അബി എന്ന ചിത്രത്തിൽ മക്കാമദീനത്തിൽ എത്തുവാനല്ലാതെ തുച്ഛമീ ജന്മത്തിൽ അർത്ഥമെന്തോ എന്ന് പറഞ്ഞൊരു ഗാനമുണ്ട്. ഇത് പാടിയത് ശങ്കർ മഹാദേവനും സംഗീതം ചെയ്തത് രമേശ് നാരായണനുമാണ്. ഒരു മറവത്തൂർ കനവ് എന്ന് പറഞ്ഞ ചിത്രത്തിൽ കരുണാമയനെ കാവൽ വിളക്കേ എന്ന് പറയുന്ന ഒരു ഗാനമുണ്ട്. ക്രിസ്തീയ ഭക്തി ഗാനമാണ്. ഇത് എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരിയും സംഗീതം കൊടുത്തത് വിദ്യാസാഗറുമാണ്. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ മേഖല. അവിടെ നിന്നും കേരള സ്റ്റോറി പോലെയുള്ള ചിത്രങ്ങൾ നമ്മുടെ തിയേറ്ററുകളിലേക്ക് വരുന്ന അവസ്ഥയിലേക്ക് കലങ്ങിപ്പോയത് കഴിഞ്ഞ കുറച്ചധികം നാളുകൾ കൊണ്ടാണ്. അങ്ങനെ കലങ്ങി ഈ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ റിലീസായ കേരള സ്റ്റോറി എന്ന ചിത്രത്തെ എങ്ങനെ കേരള ജനത തള്ളിക്കളഞ്ഞോ അതേപോലെ തന്നെ BJPയെ പാലക്കാട് നിന്നും നമ്മൾ തള്ളിക്കളയും യാതൊരു സംശയത്തിന്റെയും വഴിയില്ല. ഞാനൊരു കലാകാരനാണെന്നുള്ളതാണല്ലോ പ്രശ്നമായിട്ട് പറയുന്നത്. എനിക്കറിയാം, ഞാൻ നടത്തുന്ന ഒരു വലിയ യുദ്ധമാണ്. ഞങ്ങളുടെ മേഖലയിൽ ഇത് തുറന്നു പറയുകയും അതിന്റെ പേരിൽ പലതനുഭവിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് തുറന്നു പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ നടത്തുന്നത് ഒരു വലിയ സിസ്റ്റത്തോടുള്ള യുദ്ധമാണ് എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട്. ഉക്രൈൻ എന്നൊരു ചെറിയ രാജ്യം വലിയ തോതിൽ റഷ്യ എന്നൊരു വലിയ രാജ്യത്തിന്റെ ആക്രമണത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്നു നിരന്തരം. പക്ഷെ റഷ്യ ഇത്രയും വലിയ ശക്തിയായിട്ടും ഉക്രൈനിൽ നിന്ന് പിടിച്ചു കെട്ടാൻ ഈ റഷ്യക്ക് പറ്റുന്നില്ല. ആ ഉക്രൈന്റെ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി എന്ന് പറയുന്ന ഒരാളാണ് ഉക്രൈന്റെ പ്രസിഡന്റ്. അയാൾ പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് എന്തായിരുന്നു എന്ന് ഇവിടുത്തെ ചെറുപ്പക്കാർ ഗൂഗിളിൽ നോക്കി മനസ്സിലാക്കുക. ഞാൻ പറയുന്നില്ല, അത് നിങ്ങളൊന്ന് നോക്കണം, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അതെന്നെ കാര്യം. അയാളൊരു കൊമേഡിയനായിരുന്നു, TV പരിപാടിയുടെ അവതാരകനായിരുന്നു. അയാളാണ് ആ കൊച്ചു രാജ്യത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് വലിയൊരു യുദ്ധത്തിന്റെ മുന്നിലേക്ക് നയിച്ചുകൊണ്ട് നെഞ്ചോട് ചേർത്ത് വെച്ച് മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തരുന്ന സ്നേഹം ഒരു വലിയ ഉത്തരവാദിത്തമാണ് എന്ന് എനിക്കറിയാം. ഇവിടെ NDAയുടെയൊക്കെ പരസ്യ ബോർഡുകളിൽ ഞാൻ കണ്ടു ഒരു വരി, അത് മാറാത്തത് മാറും എന്നാണ്. ശരിക്ക് പാലക്കാടിന് മാത്തൂരും കണ്ണാടിയും പിരായിരിയും മുനിസിപ്പാലിറ്റിയും ഒക്കെ ഉൾപ്പെടുന്ന ഇടങ്ങളിൽ മാറാത്തതായി കുറേയേറെ കാര്യങ്ങളുണ്ട്. മാത്തൂര് പെരുവട്ടുപള്ളിയിൽ നമ്മളെല്ലാവരും വലിയ ആഘോഷങ്ങൾക്ക് പോകുന്നു, ഒത്തുചേർന്നു, അവിടെ സ്നേഹം പങ്കുവെക്കുന്നുണ്ട്. ചക്കാന്തര പള്ളിയിൽ പെരുന്നാൾ നടക്കുമ്പോൾ നമ്മളെല്ലാവരും പോകുന്നുണ്ട്, അവിടെ അലിഞ്ഞു ചേരുന്നു ആ പെരുന്നാളിന്റെ സന്തോഷത്തിൽ. കൽപ്പാത്തി രഥോത്സവം നടക്കുമ്പോഴും ലക്ഷക്കണക്കിനായ ആളുകൾ അവിടെ ഒന്നിച്ചു വരുന്നു, ഒന്നിച്ചു കാണുന്നു, അതിന്റെ സന്തോഷം പങ്കുവയ്ക്കുന്നു. പെരുന്നാളിന് നമ്മൾ ബിരിയാണി പങ്കുവയ്ക്കുന്നു, ക്രിസ്മസിന് കേക്ക് പങ്കുവയ്ക്കുന്നു, ഓണത്തിന് സദ്യ നമ്മൾ പങ്കുവയ്ക്കുന്നു. ഇതൊക്കെ പാലക്കാട് മാറാതെ നിൽക്കുന്ന കാര്യങ്ങളാണ്. അത് മാറരുത്. മാറാത്തത് മാറും എന്ന് പറഞ്ഞ് അതിനെ മാറാൻ നമ്മൾ അനുവദിക്കരുത്. അത് മാറണ്ട, അത് മാറാതിരിക്കാൻ എന്നും നിങ്ങളോടൊപ്പം ഞാനുണ്ടാകും, എനിക്ക് നിൽക്കാനാകും. നമ്മൾ ഹെൽപ്പ് അസ് ടു സർവീസ് എന്ന് പറയുന്നൊരു വരിയുണ്ട്. എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന, നേരത്തെ പറഞ്ഞ ആ ജയിപ്പിക്കാൻ ഒരു വലിയ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വത്തോടുകൂടി വേറൊരു വലിയ നിറപ്പകിട്ടാർന്ന മേഖലയെ മാറ്റി നിർത്തിക്കൊണ്ടാണ്, അതെന്റെ കടമയാണ് എന്ന വിശ്വാസത്തിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്നെ നിങ്ങൾ ഇനി നിയമസഭയിലേക്ക് പറഞ്ഞു വിടും. കാരണം ഷാഫിയൊക്കെ ഇവിടെ 2 മുഖ്യമന്ത്രിമാരെ സമ്മാനിച്ചിട്ടുള്ളൊരു ജില്ലയാണ് പാലക്കാട് എന്ന് പറഞ്ഞത്. അവർ 2 പേരുണ്ടായിട്ടും ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് വന്നത് ഉമ്മൻചാണ്ടി സാർ ഭരിക്കുമ്പോൾ ഷാഫി കൊണ്ടുവന്നതാണ്. പക്ഷെ അതിന്റെ ക്രെഡിറ്റ് എങ്ങാൻ എടുത്തുകൊണ്ട് പോയാലോ എന്ന് ഓർത്തിട്ട് അന്നും
ഇന്നും ഉദ്ഘാടനം ചെയ്ത സ്ഥലത്ത് അത് എങ്ങനെ ഇരിക്കുന്നു അതുപോലെ എന്നുള്ളതിനപ്പുറം ഒരു തരി ആ മെഡിക്കൽ കോളേജിനെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ ഇവിടെയുള്ള ഭരണകൂടങ്ങൾ ശ്രമിച്ചിട്ടേ ഇല്ല. ഇനി UDF അധികാരത്തിൽ വരും. അങ്ങനെ വന്നാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനാകും. ഗ്രാമവും നഗരവും തമ്മിൽ ഒട്ടും അകലമില്ലാത്തൊരു പ്രദേശമാണ് പാലക്കാട്. നല്ല നഗരത്തിൽ നിന്നും 15 മിനിറ്റ് വണ്ടി ഓടിച്ചാൽ നല്ല നെൽപ്പാടങ്ങളുള്ള ഗ്രാമങ്ങളിലെത്താം. ആ ഗ്രാമങ്ങളിൽ നിന്ന് 10 മിനിറ്റ് പോയാൽ നല്ല മാളുകളുള്ള നമുക്ക് നഗരത്തിലേക്ക് എത്താം. അങ്ങനെ ഗ്രാമവും നഗരവും ഒക്കെ ഇഴചേർന്ന് കിടക്കുന്ന സൗന്ദര്യമുള്ള ഒരുപാട് സാധ്യതകളുള്ള വികസനത്തിന് ഒരുപാട് സ്കോപ്പുള്ള ഒരു വലിയ പ്രദേശമാണ് ഈ പാലക്കാട്. UDF അധികാരത്തിൽ വരികയും നിങ്ങളുടെ സമ്മതിദാന അവകാശം തന്നുകൊണ്ട് എന്നെ അങ്ങോട്ട് പറഞ്ഞുവിടുകയും ഒക്കെ ചെയ്താൽ നമുക്കിവിടെ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. ആ അത്ഭുതങ്ങൾ പാലക്കാട് കാണിക്കുവാനുള്ള അവസരം നിങ്ങൾ എനിക്ക് തരണം. എന്നോട് ഇവിടെ വരുന്ന എല്ലാവരും പറയുന്നത് നമ്മളുണ്ട് എന്നൊക്കെയാണ്. പക്ഷെ പൊതുവെ ചിലപ്പോ നമ്മൾ പറയില്ല, ചില ആൾക്കാരുണ്ട് വീട് വരെ വന്നിട്ട് എന്നെ കല്യാണം പിടിക്കാണ്ട് പോയി എന്നൊക്കെ പറയുന്ന ചില ആൾക്കാരുണ്ട്. ഇത്രയും വന്നിട്ട് വോട്ട് ചോദിച്ചില്ല എന്ന് പറഞ്ഞാൽ അതൊരു വലിയ മോശമാണ് എന്നുള്ളത് കൊണ്ട് മാത്രം എനിക്കറിയാം അതിന്റെ ആവശ്യമില്ല. എങ്കിലും ഔപചാരികതയുടെ പേരിൽ ഞാൻ ചോദിക്കുന്നു, ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് അപേക്ഷിക്കുന്നു. നമ്മൾ ഇനിയും പലതവണ കാണേണ്ടവരാണ്, പലതവണ സംസാരിക്കേണ്ടവരാണ്. അതുകൊണ്ട് സുദീർഘമായ ഒരു സംസാരത്തിന് ഇനി ഞാൻ മുതിരുന്നില്ല. എന്റെ വലിയ സംസാരം ഏകദേശം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ജയിക്കും, നമ്മളെ ജയിക്കും. നന്ദി, നമസ്കാരം. സ്ത്രീകളെല്ലാം സംസാരിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ അധ്യക്ഷൻ വിളിക്കും. അടുത്തായി നമ്മളെ അഭിസംബോധന ചെയ്യുന്നതിന് നമ്മുടെ പ്രിയങ്കരനായ പാലക്കാടിന്റെ MP പ്രിയപ്പെട്ട VK ശ്രീകണ്ഠൻ നമ്മളെ സ്വാഗതം ക്ഷണിച്ചു. ഉദ്ഘാടന അവസാനത്തേക്ക് മാറ്റിയിരുന്നു. അല്ലെങ്കിൽ എല്ലാവരും പോകുന്നുള്ളതുകൊണ്ട് നിങ്ങൾ 5 മണിക്ക് വന്നവരാണ്. സ്ത്രീകളായ രാജ്യയിൽ നമ്മുടെ എന്നും ഐക്യ ജനാധിപത്യം